എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്ലിപ്പ് ട്രാൻസിഷൻ എങ്ങനെ ലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ നിങ്ങളുടെ വീഡിയോയിലൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് 16:9 എന്ന ഫ്രെയിം റേറ്റിൽ ഞാനിവിടെ 4 പിക്ചേഴ്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്കാണ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാൻ മറ്റ് 2 ക്ലിപ്പ് ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഈ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. ഈ സ്കെയിൽ ടൂൾ പോയിട്ട് നമ്മളിതൊന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കാം. ഒരു ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ സ്ക്രീനിലൊന്ന് ഇതുപോലെയാണ് നിങ്ങളൊന്ന് സെറ്റ് ചെയ്യണത്. ഓക്കെ, ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ബാക്ക് വരിക. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ സ്കെയിൽ ചെയ്ത് ആ ഒരു പിക്ക് വീണ്ടും സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു മാർക്ക് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിന് ശേഷം ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ വന്ന് നമ്മൾ ഇതിൻ്റെ താഴേക്ക് സെറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്യുക. ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ സ്കെയിൽ ചെയ്യുമ്പോൾ നിങ്ങളും ശ്രദ്ധിക്കുക. ഇതുപോലെ ആയിരിക്കണം നിങ്ങൾക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇതുപോലെ വേണം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ ഇതിലേക്ക് എഫക്റ്റും കാര്യങ്ങളും ആഡ് ചെയ്യാം. അതിന് നമ്മൾ ഈ ഒരു പിക്ക് സെലക്ട് ചെയ്യുക. അതായത് ഈ ഒരു അടിയിലുള്ള പിക്ക് സെലക്ട് ചെയ്യുക. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ ഫ്ലിപ്പ് ലെയർ, അതായത് 3Dയിൽ ഫ്ലിപ്പ് ലെയർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ ആംഗിൾ വന്ന് നമ്മൾ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ മാറ്റം വരുത്തേണ്ടതില്ല. സെക്കൻഡ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മൾ ഒരു 75 സെറ്റ് ചെയ്യുക. 75 നല്ലോണം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. 75 ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. കീ ഫ്രെയിം ഫസ്റ്റിലേക്കും എൻഡിലേക്കും സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു കർവ് നിങ്ങളൊന്ന് ഡ്രോ ചെയ്യുക. ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കർവ് ഡ്രോ ചെയ്തതിന് ശേഷം ഈ ഒരു കർവ് ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ബാക്ക് വരിക, ഫുള്ളായിട്ട് ബാക്ക് വരിക. വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. ബ്ലറ് പോയിട്ട് ഈ ഡിറക്ഷണൽ ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിലും നമ്മൾ ഈ സ്ട്രെങ്ത്തിൽ വന്ന് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലായിട്ട് വന്ന ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിൽ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മൾ 0യിലേക്ക് സെറ്റ് ചെയ്യുക. സെക്കൻഡ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മൾ ഒരു 0.30 സെറ്റ് ചെയ്യുക. ഇതുപോലെ സെറ്റ് ചെയ്യുക. അതിനുശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്കും എൻഡിലേക്കും സെറ്റ് ചെയ്തതിന് ശേഷം ഈ കർവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ച കർവ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ബാക്ക് വരിക. വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. ബ്ലറ് പോയിട്ട് മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു മുകളിലത്തെ ഈ ഒരു പിക്ക് സെലക്ട് ചെയ്യുക. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. ഫ്ലിപ്പ് ലെയർ ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലിപ്പ് ലെയറിൽ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റിലും എൻഡിലായിട്ട് 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിൽ നമ്മൾ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മൾ 0 തന്നെ സെറ്റ് ചെയ്യുക. സെക്കൻഡ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മൾ -90 ഡിഗ്രി സെറ്റ് ചെയ്യുക. അത് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഫസ്റ്റിലേക്കും എൻഡിലേക്കും ആയിട്ട് കീ ഫ്രെയിംസ് സെറ്റ് ചെയ്തതിന് ശേഷം ആകെ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമുക്കൊരു ഗ്രാഫ് പേസ്റ്റ് ചെയ്യണം. അതിന് ഈ ഒരു കർവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു കർവ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നേരത്തെ കോപ്പി ചെയ്ത് വെച്ച കർവ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് വരിക, ഫുള്ളായിട്ട് ബാക്ക് വരിക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ നേരത്തെ ആഡ് ചെയ്ത് വെച്ച ആ ഒരു 4-5 എഫക്റ്റ് ആഡ് വെച്ച 2 ബ്ലറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വെച്ച ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. അതിൽ ഈ ഒരു ഫ്ലിപ്പ് ലെയർ നമ്മളൊന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ 2 എഫക്റ്റ്, അതായത് ഡിറക്ഷണൽ ബ്ലറും മോഷൻ ബ്ലറും നമുക്കൊന്ന് കോപ്പി ചെയ്യാം. അതിനുശേഷം ഈ ഒരു അൺഡു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഫ്ലിപ്പ് ലെയർ ഇവിടെ വരും. അതിനുശേഷം ബാക്ക് വരിക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫ്ലിപ്പ് ലെയർ മാത്രം ആഡ് ചെയ്ത ഈ ഒരു ലെയറിലേക്ക് നമ്മൾ അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
അതൊന്ന് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ലഭിച്ചിട്ടുണ്ട്. നമുക്കൊരു ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം. ഇനി നമുക്കൊരു രണ്ടാമത്തെ സ്റ്റെപ്പാണുള്ളത്. ആ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഈ 2 ഫോട്ടോസ് ഓണാക്കി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ 2 ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ 2 ഫോട്ടോസാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഈ ഒരു ഫോട്ടോ, ഈ ഫസ്റ്റത്തെ ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിന് ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്ന് നേരത്തെ പോലെ നമ്മളൊന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. സ്ക്രീനിൽ നമുക്ക് നേരത്തെ വെച്ച പോലെ തന്നെയാണ് ഇതും വെക്കാനിൽ. അപ്പോൾ നിങ്ങൾ സ്കെയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം ഈ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് ഈ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്ത് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ പിക്കും നമുക്ക് ഈ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് സ്കെയിൽ ചെയ്യാം. ഓക്കെ, സ്കെയിൽ ചെയ്യുക. ഞാനിപ്പോൾ ഇതിൻ്റെ വാല്യൂ ഒക്കെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ 538 പിക്സൽ. അതായത് ഈ ഒരു വാല്യൂ ആണ് എടുത്തിട്ടുള്ളത്. 537 ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സ്കെയിൽ ചെയ്യാം. നിങ്ങളുടെ സ്ക്രീനിൽ ഫില്ലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഫില്ലായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ലെയർ, ഈ ഒരു മുകളിലത്തെ ലെയർ, ഇങ്ങനെയല്ല കേട്ടോ ഇത് സെറ്റ് ചെയ്യേണ്ടത്. ഇത് ഈ ഒരു സൈഡിലോട്ടായി സെറ്റ് ചെയ്യുക. ഇത് ഈ ഒരു സൈഡിലോട്ടായി സെറ്റ് ചെയ്തതിന് ശേഷം സ്കെയിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ സ്കെയിൽ ചെയ്യുക. ഞാൻ ഒരു വാല്യൂ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ സ്ക്രീനിൽ ഫില്ല് ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ ഒരു ഫോട്ടോ വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒരു മുകളിലത്തെ ലെയർ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിന് ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ വന്ന് ഈ ഒരു സൈഡിലേക്ക്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ സ്കെയിൽ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ബാക്ക് വരിക. അതിനുശേഷം നമ്മൾ ഈ ഒരു പിക്ക്, അതായത് ഈ ഒരു സൈഡിൽ കാണുന്ന ഈ ഒരു പിക്ക് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, നമ്മൾ ഇതുപോലെ അപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മളൊന്ന് സെറ്റ് ചെയ്യണം. ഈ ഒരു 4 ലെയർ നമ്മൾ അറേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ ആയിരിക്കണം. ഇതുപോലെ നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഫസ്റ്റ് ഈ ഒരു ഫോട്ടോ വരിക, സെക്കൻഡ് ഈ ഒരു ഫോട്ടോ, തേർഡ് ഈ ഒരു ഫോട്ടോ, പിന്നെ ഈ ഒരു ഫോട്ടോ. അതുപോലെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫസ്റ്റത്തെ 2 ലെയർ സെലക്ട് ചെയ്യുക. ഈ ഒന്നാമത്തെ ഗ്രൂപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത 2 ഫോട്ടോ സെലക്ട് ചെയ്യുക. ഈ ഒരു ഗ്രൂപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്കാണ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത്. അതിൻ്റെ ഇവിടെ ആദ്യത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നേരത്തെ ആഡ് ചെയ്ത ആ ഫ്ലിപ്പ് ലെയർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ആംഗിൾ വന്ന് 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 തന്നെയാണ്. ഫസ്റ്റിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ -88 സെറ്റ് ചെയ്യുക. -88 ഡിഗ്രി. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്കായി സെറ്റ് ചെയ്യുക. അതിനുശേഷം ഈ 2 കീ ഫ്രെയിംസിന് ഇടയിലായിട്ട് വന്നിട്ട് നമുക്ക് ഈ ഒരു കർവ് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് വരിക. കർവ് റൊട്ടേറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ മറന്നാൽ നമ്മുടെ ട്രാൻസിഷൻ ഫുള്ളായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ക്ലിപ്പിന് ഞാൻ എടുത്ത ഈ ഒരു ഫോട്ടോക്കൊക്കെ പകരം നിങ്ങൾക്ക് ഇവിടെ ക്ലിപ്പ് എടുക്കാവുന്നതാണ്. അത് ഞാൻ എപ്പം വീഡിയോയിൽ പറയുന്നതാണ്. ലൈറ്റ് മോഷൻ ലാഗ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രൂപ്പ് തന്നെ സെലക്ട് ചെയ്യാം. അതിന് ശേഷം വീണ്ടും നമുക്ക് ആഡ് എഫക്റ്റ് പോവാം. ആഡ് എഫക്റ്റ് പോയിട്ട് ബ്ലർ പോയിട്ട് ഡിറക്ഷണൽ ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക. ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ മാറ്റമൊന്നും വരുത്തണ്ട, 0.50 തന്നെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് പേസ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക.
ഓക്കെ. അതിനുശേഷം ബാക്ക് വരിക. അതിനുശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പ് പോയിട്ട് ഈ ഒരു വേവ് റാപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ വന്ന് നമുക്ക് കുറച്ച് അധികം മാറ്റം വരുത്താനുണ്ട്. അതിൽ ഈ ആംഗിളിൽ വരിക. ആംഗിൾ വന്ന് നമ്മൾ 90 ഡിഗ്രി സെറ്റ് ചെയ്യുക. 90 ഡിഗ്രി സെറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു സ്പേസിങ് വന്ന് നമ്മൾ 110 സെറ്റ് ചെയ്യുക. നല്ലോണം ഇൻക്രീസ് ചെയ്യണം. 110 ആണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. 110 ഓക്കെ. 110. അതിനുശേഷം നമ്മൾ ഈ മാഗ്നിറ്റ്യൂഡിലേക്ക് വരിക. മാഗ്നിറ്റ്യൂഡിൽ വന്ന് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0 ആക്കി കൊടുക്കുക. ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 4 തന്നെ മതി. 4.0 തന്നെ, മാറ്റമൊന്നും വരുത്തണ്ട. കീ ഫ്രെയിം ഫസ്റ്റിലും എൻഡിലായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നേരത്തെ കോപ്പി ചെയ്ത് വെച്ച കർവ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ഈ റൊട്ടേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ടാവുക. അതിനുശേഷം നമ്മൾ ആ ഒരു ഇപ്പോൾ എഫക്റ്റ് ആഡ് ചെയ്ത ആ ഒരു ലെയർ സെലക്ട് ചെയ്ത് നമ്മൾ ആഡ് ചെയ്ത എല്ലാ എഫക്റ്റും ഒന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം ഈ ഒരു രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു പണി കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പും നമ്മൾ കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് കുറച്ച് സ്റ്റെപ്പും കൂടി നമുക്കൊരു ബാക്കിയുണ്ട്. അതിൽ ഒരു സ്റ്റെപ്പ് എന്തായാലും നിങ്ങൾ ചെയ്യുക, ഒരു വീഡിയോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ രണ്ടാമത് പറയുന്ന 2 സ്റ്റെപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ. രണ്ടും ചെയ്യണമെങ്കിൽ രണ്ടും ചെയ്യുക. എന്തായാലും വീഡിയോ ബോറാവാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യുക. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത ഈ 2 ഫോട്ടോയിൽ നമുക്കൊന്ന് സൂം ട്രാൻസിഷൻ കൊണ്ടുവരണം. ഇനി ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലൊരു സ്കെയിലാണ് ആഡ് ചെയ്യേണ്ടത്. സ്കെയിൽ പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. ഒരു 0 തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. 0 സെറ്റ് ചെയ്യുക. ഓക്കെ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു ഗ്രാഫ് പേസ്റ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതിലും വന്ന് നമ്മളതൊന്ന് ചെയ്ത് കൊടുക്കുക. അത് സെറ്റ് ചെയ്തിട്ടുണ്ടതിന് ശേഷം നമ്മൾ ഈ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് പേസ്റ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അതായത് ഈ ഒരു മെയിൻ ഫോട്ടോ സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. ഫസ്റ്റ് ഈ ഒരു സ്കെയിൽ ടൂൾ എടുത്തിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഈ രണ്ടാമത്തെ ഈ ഒരു ക്ലിപ്പ് വരുന്ന സ്ഥലത്ത് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ. ഈ ഒരു സ്ഥലത്ത് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ നന്നായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഞാൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു ഗ്രാഫ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബാക്ക് വരിക. എഫക്റ്റ് പോവുക. ആഡ് എഫക്റ്റ് പോവുക. ഈ ഒരു മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതാ ഈ ഒരു ഫ്ലിപ്പ് ട്രാൻസിഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.